എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 6ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസിലെ ആദ്യത്തെ ചാപ്റ്ററായിട്ടുള്ള ആഹാരത്തിലൂടെ ആരോഗ്യം എന്ന അധ്യായമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അടിസ്ഥാന ശാസ്ത്രമല്ലേ, ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററായിട്ടുള്ള ആഹാരത്തിലൂടെ ആരോഗ്യം. എന്താണ് ആരോഗ്യം? എന്താണ് ആഹാരം? നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ കഴിക്കുന്ന ഭക്ഷണമാണല്ലേ ആഹാരം. നല്ല പോലെ ആഹാരം കഴിച്ചാൽ മാത്രമേ നമുക്ക് ആരോഗ്യമുണ്ടാവൂ. ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ നല്ല പോഷകസമൃദ്ധമായ ആഹാരങ്ങൾ കഴിക്കണമല്ലേ. അത് ഏതൊക്കെയാണ്? അങ്ങനെ പോഷകാഹാരങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ അധ്യായത്തിലൂടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ്. നോക്കൂ, ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു കോൺവെർസേഷൻ ആണല്ലേ, സംഭാഷണമാണല്ലേ. ആരൊക്കെ തമ്മിലാണ്? അമ്മയും ഡോക്ടറും തമ്മിലുള്ള സംഭാഷണമാണ്. എന്താണ് അമ്മ പറയുന്നത്? ഡോക്ടർ, മോൾക്ക് ഭാരക്കുറവുണ്ടോ എന്നൊരു സംശയം. അവൾ ആഹാരം വളരെ കുറച്ചേ കഴിക്കാറുള്ളൂ. എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഡോക്ടർ എന്താണ് മറുപടി പറയുന്നത്? ചെറിയ ഭാരക്കുറവൊന്നും പ്രശ്നമായി എടുക്കേണ്ടതില്ല. വളരുന്ന പ്രായമല്ലേ, കുറച്ചു കഴിയുമ്പോൾ ശരിയാവും. എങ്കിലും ആവശ്യത്തിന് പോഷകാഹാരം ഉറപ്പാക്കണം. അപ്പോൾ എന്താണ് ഡോക്ടർ പറഞ്ഞത്? നമുക്ക് വളരാൻ വേണ്ടിയിട്ടുള്ള പോഷകാഹാരങ്ങൾ നമ്മൾ കഴിക്കണം എന്നുള്ളതാണല്ലേ പറയുന്നത്. അമ്മയും ഡോക്ടറും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ചല്ലോ. നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇത്തരം അനുഭവം ഉണ്ടായിട്ടുണ്ടാകുമല്ലോ. എന്താണ് പോഷകാഹാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നിങ്ങളുടെ ഊഹം എഴുതൂ. എന്താണ് പോഷകാഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളിലെ, അതായത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, കൊഴുപ്പ്, വിറ്റാമിൻസ്, ധാതുക്കൾ, ഇതൊക്കെയാണ് എന്ത്? പോഷകങ്ങൾ. ഇവ നമ്മുടെ ശരീരത്തിൽ ശരിയായ അളവിൽ ലഭിക്കുന്ന ഭക്ഷണത്തിനെയാണ് നമ്മൾ പോഷകാഹാരം എന്ന് പറയുന്നത്. വൈവിധ്യമാർന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടല്ലോ. പാകം ചെയ്തും അല്ലാത്തതുമായ വ്യത്യസ്ത തരം ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ ആഹാരമാക്കുന്നു. നാം സാധാരണയായി ഉപയോഗിക്കുന്ന ചില ഭക്ഷ്യവസ്തുക്കളുടെ ചിത്രങ്ങൾ നിരീക്ഷിക്കാം. ഈ ഭക്ഷ്യവസ്തുക്കളെ എങ്ങനെയെല്ലാം തരംതിരിക്കാം? ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. ഇവിടെ 5 പിക്ചർ തന്നിട്ടുണ്ടല്ലേ. ഏതിൻ്റെയൊക്കെയാണ്? ആദ്യത്തെ ചിത്രം എ ധാന്യങ്ങൾ, ചിത്രം ബി ഏതാണ്? പഴവർഗ്ഗങ്ങൾ, ചിത്രം സി പച്ചക്കറികൾ, ചിത്രം ഡി പയറുവർഗ്ഗങ്ങൾ, ചിത്രം ഇ ഇലക്കറികളിലെ ഇലവർഗ്ഗങ്ങളുമാണ്. ഇതിൽ നിങ്ങൾക്കിഷ്ടമുള്ള ഭക്ഷ്യവസ്തുക്കൾ ഏതെല്ലാമാണ്? ഇഷ്ടമില്ലാത്തവയുണ്ടോ? എന്തുകൊണ്ട്? ചർച്ച ചെയ്യൂ. നിങ്ങൾ ഒരു ദിവസം സാധാരണ കഴിക്കാറുള്ള ഭക്ഷണം പട്ടികപ്പെടുത്തൂ. ഇവിടെ 5 തന്നിട്ടുണ്ടല്ലേ. ഏതൊക്കെയായിരുന്നു? ധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, ഇലവർഗ്ഗങ്ങളിലെ ഇലക്കറികളിലെ. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണ്, ഇഷ്ടമില്ലാത്തത് ഏതാണ്? അങ്ങനെ ഇഷ്ടമില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്നുള്ളതൊക്കെ എഴുതാനാണ്. അതുപോലെ നിങ്ങൾ ഒരു ദിവസം സാധാരണ കഴിക്കാറുള്ള ഭക്ഷണം പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പട്ടിക തന്നിട്ടുണ്ട്. എങ്ങനെയാണ്? പ്രഭാത ഭക്ഷണം അല്ലേ, നിങ്ങൾ രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ്. ഇനി ഉച്ചഭക്ഷണം, നിങ്ങളുടെ ലഞ്ച്. അതുപോലെ രാത്രി ഭക്ഷണം, ഡിന്നർ അല്ലേ, അത് നിങ്ങൾ എന്തൊക്കെയാണ് കഴിച്ചിട്ടുള്ളത് എന്നുള്ളത് ഇവിടെ എഴുതി കൊടുക്കാനാണ് പറയുന്നത്. ഓക്കെ, ഇഷ്ടമുള്ള ആഹാര പദാർത്ഥങ്ങൾ മാത്രമാണോ നാം കഴിക്കേണ്ടത്? താഴെ കൊടുത്തിരിക്കുന്ന സംഭാഷണങ്ങൾ ശ്രദ്ധിക്കൂ. എന്താണ്? 3 പേരുണ്ടല്ലേ. അവരെന്താ പറയുന്നത്? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അപ്പവും കടലക്കറിയുമാണ്. എനിക്കിഷ്ടം പുട്ടും പഴവുമാണ്. ഞാൻ ദിവസവും ന്യൂഡിൽസ് കഴിക്കാറുണ്ട്. അമ്മ എനിക്ക് എന്നും ന്യൂഡിൽസ് ഉണ്ടാക്കി തരും. 3 പേരും അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിനെ കുറിച്ചാണല്ലേ പറയുന്നത്. 3 പേരും പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ? ഈ 3 പേരുടെയും വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ഇവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥം മാത്രം മതിയാകുമോ? നിങ്ങളുടെ അഭിപ്രായം എഴുതൂ. ക്ലാസ്സിൽ അവതരിപ്പിച്ച് കാരണം വിശദീകരിക്കൂ. നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം മാത്രം കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ ലഭിക്കില്ല അല്ലേ. ഇപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ കുട്ടി എന്താ പറഞ്ഞിട്ടുള്ളത്? അപ്പവും കടലക്കറിയാണ് ഇഷ്ടം. അതിൽ നിന്നും ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരം പോഷകങ്ങളും അതിൽ നിന്നും ലഭിക്കില്ല അല്ലേ. അതുപോലെ പുട്ടും പഴവും, അതുപോലെ ന്യൂഡിൽസ്, ഇതിൽ നിന്നൊക്കെ ആ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പോഷക ഘടകങ്ങൾ കിട്ടില്ല. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പലതരം പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, മാംസ്യം, മുട്ട, മത്സ്യം, ഇതൊക്കെ ഉൾപ്പെടുത്തിയാൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വളർച്ചയ്ക്കും ആവശ്യമുള്ള
പോഷകഘടകങ്ങൾ ലഭിക്കുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ എല്ലാ തരത്തിലുള്ള പോഷകഘടകങ്ങളും ഉൾപ്പെടുത്തിയിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. ആഹാരം എന്തിന്? നാം എന്തിനാണ് ആഹാരം കഴിക്കുന്നത്? ആഹാരത്തിൽ നിന്ന് എന്താണ് ലഭിക്കുന്നത്? കുട്ടികളുടെ മാസികയിൽ വന്ന കുറിപ്പ് വായിക്കൂ. നമ്മുടെ ആരോഗ്യം. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നത് ആഹാരമാണ്. അപ്പോൾ എന്താണ് ആഹാരം? നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നത് ആഹാരമാണ്. നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങളെ ചെറുക്കുന്നതിനും ആവശ്യമായ ഘടകങ്ങളാണ് പോഷകങ്ങൾ. ഇവ നമുക്ക് ലഭിക്കുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നാണ്. ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകങ്ങളാണ് കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീനുകൾ, കൊഴുപ്പുകൾ, ഫാറ്റ്സ്, വിറ്റമിനുകൾ, ധാതുക്കൾ, മിനറൽസ് തുടങ്ങിയവ. ജലം ഒരു പോഷക ഘടകമെങ്കിലും ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട ഒരു പദാർത്ഥമാണ്. ഭക്ഷ്യവസ്തുക്കളിൽ കാണുന്ന നാരുകളും ഫൈബേഴ്സ് ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്. എല്ലാ ആഹാരത്തിലും എല്ലാ പോഷക ഘടകങ്ങളും മതിയായ അളവിൽ ഉണ്ടാകണമെന്നില്ല. അതിനാൽ നാം പലതരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് വിവിധ തരം ആഹാര പദാർത്ഥങ്ങൾ തയ്യാറാക്കി കഴിക്കുന്നു. നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളുടെ അളവ്, കഴിക്കുന്ന സമയം, വൈവിധ്യം, ഗുണമേന്മ എന്നിവ നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കണം. കുറിപ്പ് വായിച്ചല്ലോ. താഴെ നൽകിയിരിക്കുന്ന സൂചകങ്ങൾ ഉപയോഗിച്ച് കുറിപ്പ് വിശകലനം ചെയ്യൂ. പ്രധാനപ്പെട്ട പോഷക ഘടകങ്ങൾ ഏതെല്ലാമാണ്? കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീനുകൾ, കൊഴുപ്പുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവയാണ് പ്രധാന പോഷക ഘടകങ്ങൾ. വിവിധ തരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് ആഹാരം തയ്യാറാക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ്? എങ്ങനെയാണ്? എല്ലാ ആഹാരത്തിലും എല്ലാ പോഷകഘടകങ്ങളും മതിയായ അളവിൽ ഉണ്ടാകണമെന്നില്ല. അതിനാൽ നാം പലതരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് വിവിധ തരം ആഹാര പദാർത്ഥങ്ങൾ തയ്യാറാക്കി കഴിക്കുന്നു അല്ലേ? പലതരം ഭക്ഷ്യവസ്തുക്കളുടെ പോഷകഘടകങ്ങൾ നമുക്ക് കിട്ടുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലതരം ഭക്ഷ്യവസ്തുക്കളും വിവിധ തരം സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. നാം എന്തിനാണ് പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നത്? എന്തിനാണ്? പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജം ലഭിക്കുന്നു അല്ലേ? അതുമൂലം ശരീര വളർച്ചയെ അത് സഹായിക്കുന്നു, രോഗങ്ങൾ വരാതിരിക്കാനും സഹായിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നത്. കണ്ടെത്തിയ വിവരങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. ആഹാരത്തിലെ പോഷക ഘടകങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാം. ഊർജം ലഭിക്കാൻ. വിശപ്പ് മാറ്റാനും രുചി ആസ്വദിക്കാനും വേണ്ടി മാത്രമാണോ നമ്മൾ ആഹാരം കഴിക്കുന്നത്? ഒരു ദിവസം നിങ്ങൾ എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്? ചിത്രം നിരീക്ഷിക്കൂ. എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ചിത്രത്തിൽ കാണുന്നത്? പലതരത്തിലുള്ള കളികളല്ലേ? നമ്മൾ ഇരുന്നിട്ട്, നടന്നിട്ട്, ഓടിയിട്ടൊക്കെ കളിക്കുന്നുണ്ടല്ലേ? അതുപോലെ എഴുതുന്നുണ്ട്, വായിക്കുന്നുണ്ട് അല്ലേ? ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഊർജം ആവശ്യമില്ലേ? ഉണ്ടല്ലേ? ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് എനർജി വേണമല്ലേ? എനർജിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫുഡ് കഴിക്കണം അല്ലേ? ഇവയ്ക്കെല്ലാം ഒരേ അളവിലാണോ ഊർജം ആവശ്യമുള്ളത്? ഇതിനെല്ലാം വേണ്ട ഊർജം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? നമുക്ക് പരിശോധിക്കാം. ഒരേ അളവിലാണോ അല്ലേ? നമുക്ക് ഇരുന്ന് എഴുതാൻ വായിക്കാനും കുറച്ച് ഊർജം മതിയില്ലേ? അങ്ങനെയാണോ? നമ്മൾ ഓടിച്ചാടി കളിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വിശക്കൂലേ? അപ്പോൾ അപ്പോൾ ഓരോ ഇതിനും വ്യത്യസ്ത തരം ഊർജം ആവശ്യമുണ്ട്. അതിന് അനുസരിച്ചുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കുകയും ചെയ്യേണ്ടത് അല്ലേ? കാർബോഹൈഡ്രേറ്റ്. ശരീരത്തിന് ആവശ്യമായ ഊർജം പ്രധാനമായും ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, നാരുകൾ എന്നീ വിവിധ രൂപങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ കാണപ്പെടുന്നു. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് അന്നജമാണ്. നമുക്ക് ആവശ്യമായ ഊർജം ലഭിക്കണമെങ്കിൽ കഴിക്കുന്ന ആഹാരത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തേണ്ട ഭക്ഷ്യവസ്തുക്കൾ ഏതെല്ലാമാണ്? എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും അന്നജം ഉണ്ടോ? നിങ്ങളുടെ ഊഹം എന്താണ്? ഇവിടെ ഒരു കുട്ടി എന്താ പറയുന്നത്? ഞാൻ എന്നും പാൽ കുടിക്കാറുണ്ട്. പാലിൽ നിന്ന് അന്നജം ലഭിക്കുമോ? നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ അന്നജം ഉണ്ടോ എന്ന് എങ്ങനെ കണ്ടെത്തും? ഒരു പരീക്ഷണം ചെയ്ത് നോക്കാം. ഈ കുട്ടി പാല് കുടിക്കുന്നുണ്ട്, അതിൽ നിന്നും അന്നജം ലഭിക്കുമോ എന്ന് ഈ കുട്ടിക്ക് അറിയില്ല. അതിനായിട്ട് നമുക്കിവിടെ ഒരു പരീക്ഷണം ചെയ്ത് നോക്കാനുണ്ട്. ഓക്കെ, അയഡിൻ ടെസ്റ്റ്.
ആവശ്യമായ സാമഗ്രികൾ 2 ടെസ്റ്റ് ട്യൂബ്, പാല്, നേർപ്പിച്ച അയഡിൻ ലായനി, കഞ്ഞിവെള്ളം. പ്രവർത്തനം: 2 ടെസ്റ്റ് ട്യൂബ് എടുക്കുക. ഒന്നിൽ അല്പം പാലും രണ്ടാമത്തേതിൽ അല്പം കഞ്ഞിവെള്ളവും എടുക്കുക. ഓരോന്നിലും 2-3 തുള്ളി അയഡിൻ ലായനി ചേർക്കൂ. അയഡിൻ ലായനി ചേർത്തപ്പോൾ 2 ടെസ്റ്റ് ട്യൂബിലും ഉള്ള ദ്രാവകത്തിന്റെ നിറത്തിൽ വന്ന മാറ്റം നിരീക്ഷിക്കൂ. നിങ്ങൾ കഴിക്കുന്ന മറ്റ് പദാർത്ഥങ്ങളിൽ ഉപയോഗിച്ച് ഈ പരീക്ഷണം ആവർത്തിക്കൂ. കണ്ടെത്തൽ പട്ടികയിൽ രേഖപ്പെടുത്തൂ. എന്താണ്, നമ്മുടെ പാലിൽ അന്നജം അടങ്ങിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അയഡിൻ ലായനി ചേർക്കുമ്പോൾ അതിൽ നിറത്തിൽ വ്യത്യാസം വരുമ്പോഴാണ് അതിൽ അന്നജത്തിൻ്റെ അളവ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഇതുപോലെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ എന്താണ് അന്നജത്തിൻ്റെ അളവ് കണ്ടുപിടിക്കണം. അതിനായിട്ട് ഭക്ഷ്യവസ്തുക്കളും അതിൽ അയഡിൻ ലായനി ചേർത്തപ്പോഴുള്ള നിറം മാറ്റവും തയ്യാറാക്കാനുള്ള പട്ടിക ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ പരീക്ഷണം ചെയ്ത് നോക്കിയിട്ട് ഈ താഴെ തന്നിട്ടുള്ള പട്ടിക കൂടെ ഒന്ന് ഫില്ല് ചെയ്യുക. ഓക്കെ. അന്നജം അയഡിനുമായി ചേരുമ്പോൾ ഇരുണ്ട നീല നിറം ഉണ്ടാവുന്നു. അന്നജത്തിൻ്റെ അളവനുസരിച്ച് നീല നിറത്തിൽ കാഠിന്യത്തിൽ വ്യത്യാസമുണ്ടാകും. അപ്പോൾ അന്നജം എന്താണ്, ഓരോ ഭക്ഷ്യവസ്തുക്കളിലും അന്നജം ഉണ്ടെങ്കിൽ എന്താണ്, അതിൽ അയഡിൻ ലായനി ചേർത്ത് കഴിയുമ്പോൾ ഇരുണ്ട നീല നിറമാണ് ഉണ്ടാകുന്നത് അല്ലേ. നിങ്ങൾ പരിശോധിച്ച ഭക്ഷ്യവസ്തുക്കളിൽ ഏതിനെല്ലാമാണ് അന്നജം കൂടുതലായി ഉള്ളതെന്ന് അയഡിൻ ലായനി ചേർത്തപ്പോഴുണ്ടായ നിറത്തിൻ്റെ കാഠിന്യം നിരീക്ഷിച്ച് കണ്ടെത്തൂ. നിങ്ങൾ സാധാരണ കഴിക്കുന്ന ആഹാരം നേരത്തെ പട്ടികപ്പെടുത്തിയിട്ടുണ്ടല്ലോ. പട്ടിക വിശകലനം ചെയ്ത് അന്നജമുള്ള ആഹാര വസ്തുക്കളാണോ നിങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നതെന്ന് പരിശോധിക്കൂ. അപ്പം എന്താണ്, ഇരുണ്ട നീല നിറമാണ് എന്താണ് അന്നജം ഉള്ള ഭക്ഷ്യവസ്തുക്കൾക്ക് എന്ന് പറഞ്ഞല്ലോ അയഡിൻ ലായനി ചേർക്കുമ്പോൾ. അപ്പോൾ ഈ അന്നജത്തിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഈ നീല നിറത്തിൻ്റെ കാഠിന്യവും കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ. ഇനി ഭക്ഷ്യവസ്തുക്കൾ ഇവിടെ തന്നിട്ടുള്ളത് ഉരുളക്കിഴങ്ങ്, വെള്ളരി, മൈദ, മുട്ടയുടെ വെള്ള ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ പാലിൽ നേരത്തെ അന്നജത്തിൻ്റെ അളവുണ്ടോയെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നമുക്കിവിടെ പാലും കൂടെ എഴുതി കൊടുക്കാം. ഓക്കെ. ഉരുളക്കിഴങ്ങ് എന്താണ്, കടും നീല നിറം. വെള്ളരി നിറം മാറ്റമില്ല. മൈദ കടും നീല നിറം. ഇനി മുട്ടയുടെ വെള്ള നിറമാറ്റമില്ല. ഇനി പാല് നിറമാറ്റമില്ല. അപ്പോൾ എന്താണ്, അന്നജം അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയായിരുന്നു ഇതിലെ? ഉരുളക്കിഴങ്ങ്, മൈദ അല്ലേ. നോക്കൂ, അധിക വായനയ്ക്ക് ചെറുധാന്യങ്ങൾ, മില്ലറ്റ്സ്. പുല്ലുവർഗത്തിൽപ്പെട്ട വിളകളാണ് ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ. അരി, ഗോതമ്പ് എന്നിവ അപേക്ഷിച്ച് വളരെ ഉയർന്ന തോതിലുള്ള പ്രോട്ടീൻ, വിറ്റാമിൻ, ധാതു ലവണങ്ങൾ എന്നിവ ഇവയിലുണ്ട്. നാരുകളാൽ സമ്പന്നമായ ചെറുധാന്യങ്ങൾ ദഹന പ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. മുൻകാലങ്ങളിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഉള്ള ഭക്ഷണമായിട്ടാണ് ഇവ ഉപയോഗിച്ചു വന്നിരുന്നത്. ഇവയുടെ പോഷകമൂല്യം മനസ്സിലാക്കിയതു കൂടിയാണ് മനുഷ്യരും ആഹാരമായി ഉപയോഗിച്ചു തുടങ്ങിയത്. റാഗി, ബജ്റ, തിന, ചോളം, ചാമ തുടങ്ങിയവ ഈ വിഭാഗത്തിൽ പെടുന്നു. എന്തൊക്കെയാണ് ചെറുധാന്യങ്ങൾ? റാഗി, ബജ്റ, തിന, ചോളം, ചാമ അല്ലേ. ഇതൊക്കെ എന്താണ്, ഇതിൽ ഉയർന്ന തോതിൽ പ്രോട്ടീന്, വിറ്റാമിൻ, ധാതു ലവണങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇതെന്താണ്, നമ്മുടെ ദഹന പ്രക്രിയയിൽ സുഗമമാക്കാനും ഉള്ള പങ്ക് വഹിക്കുന്നുണ്ട് അല്ലേ ഇത്. ഓക്കെ. വളർച്ചയ്ക്ക് പിന്നിൽ നമ്മുടെ ആഹാരത്തിൽ കാർബോഹൈഡ്രേറ്റ് മാത്രം ഉൾപ്പെടുത്തിയാൽ മതിയോ? മറ്റെന്തെല്ലാം പോഷക ഘടകങ്ങൾ നമുക്ക് ആവശ്യമുണ്ടെന്ന് നോക്കാം. പ്രോട്ടീൻ. ഇവിടെ എന്താണ്, ഡോക്ടറും അമ്മയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനും വീണ്ടും ഉണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. അമ്മ എന്താ പറയുന്നത്? ഒന്നും ചെയ്യാൻ മോന് ഉഷാറില്ല, എപ്പോഴും നല്ല ക്ഷീണമാണ് പറയുന്നു ഡോക്ടർ. എന്താണ്, മോന് എപ്പോഴും ഒന്നും ചെയ്യാൻ ഒരു ഉഷാറില്ല, എപ്പോഴും ക്ഷീണമാണെന്ന് പറയുന്നു. അപ്പോൾ ഡോക്ടർ എന്താ പറയുന്നത്? കുട്ടിക്ക് വളർച്ചക്കുറവുണ്ട്. മുട്ട, ചെറുപയർ, നിലക്കടല, മത്സ്യം, പാൽ തുടങ്ങിയ ആഹാരങ്ങൾ ധാരാളമായി നൽകണം. കുട്ടിയുടെ അമ്മയോട് ഡോക്ടർ പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ? ഡോക്ടർ ഇങ്ങനെ പറയാൻ കാരണം എന്താണ്? നമ്മൾ ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷക ഘടകങ്ങൾ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞല്ലോ. ഈ കുട്ടി അതൊന്നും കഴിക്കാത്തത് കൊണ്ടാണ് അതിന് പ്രോട്ടീൻ കിട്ടുന്നില്ല. അപ്പോൾ അതിനെന്താണ്, അതിൻ്റെ ശരീരത്തിന് ശരിയായ പോഷകങ്ങൾ കിട്ടാത്തത് കൊണ്ട് എന്താണ്, ഊർജ്ജമൊന്നും ലഭിക്കാത്തത് കൊണ്ടാണ് അതിന് ഉഷാറില്ലാത്തത്. അതുകൊണ്ടാണ് അതിന് മുട്ട, ചെറുപയർ, നിലക്കടല, മത്സ്യം, പാൽ തുടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ ഡോക്ടർ നൽകണമെന്ന് പറഞ്ഞത്.
സ്കൂളിലെ ആരോഗ്യ ക്ലബ്ബ് സംഘടിപ്പിച്ച പരിപാടിയിൽ ഡയറ്റീഷ്യൻ നൽകിയ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് വായിക്കൂ. ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഒരു പ്രധാന പോഷക ഘടകമാണ് പ്രോട്ടീൻ. പേശികൾ, തലമുടി, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. കൂടാതെ ഇവ ഊർജം പ്രദാനം ചെയ്യുന്നു. പ്രോട്ടീൻ്റെ കുറവ് മൂലം ക്വാഷിയോക്കർ, മരാമസ് എന്നീ രോഗങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ കറക്റ്റ് അളവിൽ നമ്മുടെ ശരീരത്തിന് പ്രോട്ടീൻ ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ പേശികൾക്കും തലമുടിക്കും ത്വക്കിനൊക്കെ അത് ദോഷകരമായി ബാധിക്കൂലേ. അങ്ങനെ ഈ പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാവുന്ന രോഗമാണ് ക്വാഷിയോക്കറും മരാമസും അല്ലേ. ക്വാഷിയോക്കർ ബാധിച്ച കുട്ടിയുടെ കണ്ടോ മെലിഞ്ഞില്ലേ, അതിൻ്റെ എല്ലൊക്കെ കണ്ടില്ലേ, പേശികളൊക്കെ കണ്ടില്ലേ. ഇനി പ്രോട്ടീൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്, പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ എന്തെല്ലാമാണ് ചർച്ച ചെയ്യൂ. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളുടെ ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത്, അവ തിരിച്ചറിഞ്ഞെഴുതൂ. പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാവുന്ന രോഗങ്ങൾ ഏതൊക്കെയായിരുന്നു? ക്വാഷിയോക്കറും മരാമസും അല്ലേ. ഇനി അതിൻ്റെ ധർമ്മം എന്താണ്? ശരീരത്തിൻ്റെ നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ പോഷകം നൽകുക എന്നുള്ളതാണ് പ്രോട്ടീൻ്റെ കടമ അല്ലേ. പ്രോട്ടീനാണല്ലേ ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും ശരീരത്തിനെ സഹായിക്കുന്നത്. ഇനി പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളുടെ ചിത്രങ്ങളാണ് താഴെ തന്നിട്ടുള്ളത്. ഏതൊക്കെയാണിവ? ചെറുപയർ അല്ലേ, പനീര്, കശുവണ്ടിപ്പരിപ്പ്, നിലക്കടല, മാംസം, മത്സ്യം, മുട്ട, പാല്. ഇവയിൽ ഏതെല്ലാം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നുണ്ട്? ചർച്ച ചെയ്യൂ. നിങ്ങളിൽ സസ്യാഹാരം മാത്രം കഴിക്കുന്നവർ ഉണ്ടാവുമല്ലോ. അവരിൽ പ്രോട്ടീൻ്റെ കുറവ് ഉണ്ടാവാതിരിക്കാൻ ആഹാരത്തിൽ ഏതെല്ലാം പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തണം? പ്രോട്ടീൻ അടങ്ങിയ കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തി ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ. അപ്പോൾ പ്രോട്ടീൻ്റെ കണ്ടന്റ് കൂടുതലുള്ള മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? ബദാം, തൈര്, പഴവർഗ്ഗങ്ങളിലെ പഴവർഗ്ഗത്തിലെ നമ്മുടെ നേന്ത്രപ്പഴം, കിവി, പേരയ്ക്ക, മൾബറി, അതുപോലെ കൂണ്, ചീര, മധുരക്കിഴങ്ങ്, ഓട്സ് തുടങ്ങിയവയിലൊക്കെ എന്തുണ്ട്? പ്രോട്ടീൻ്റെ കണ്ടന്റ് കൂടുതലുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ സസ്യാഹാരം മാത്രം കഴിക്കുന്നവല്ലേ, വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ആൾക്കാർക്കും കൂടെ കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലേ. ഇനി നെക്സ്റ്റ് കൊഴുപ്പ്, ഫാറ്റ്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ എന്നിവയെ പോലെ കൊഴുപ്പും നമുക്ക് ആവശ്യമാണ്. ഒരേ അളവിൽ കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും എടുത്താൽ ഏറ്റവും കൂടുതൽ ഊർജം ലഭിക്കുന്നത് കൊഴുപ്പിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഊർജം കൂടുതൽ ലഭിക്കുന്നത് എവിടെ നിന്നാണ്? കൊഴുപ്പിൽ നിന്നാണല്ലേ. നാം കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ കൊഴുപ്പുണ്ടോ എന്ന് എങ്ങനെ കണ്ടെത്താം? നിങ്ങളുടെ ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുന്നുണ്ടോ എന്നറിയാൻ ഒരു പ്രവർത്തനം ചെയ്തു നോക്കൂ. ഒരു വെള്ള പേപ്പർ എടുത്ത് അതിലൊരു തുള്ളി എണ്ണ ഒഴിക്കൂ. പേപ്പർ നിരീക്ഷിക്കൂ. ഇതുപോലെ ഒരു പേപ്പറിൽ നെയ്യും ഒഴിച്ചു നോക്കൂ. എണ്ണയും നെയ്യും പേപ്പറിൽ ഒഴിച്ചപ്പോൾ ഉണ്ടായ മാറ്റം നിരീക്ഷിച്ച് കൊഴുപ്പിൻ്റെ സാന്നിധ്യം തിരിച്ചറിയൂ. താഴെ പറയുന്ന ആഹാര വസ്തുക്കൾ പേപ്പറിൽ ഉരച്ച് ഇതേ പരീക്ഷണം ചെയ്യൂ. നിരീക്ഷണം പട്ടികപ്പെടുത്തൂ. നിങ്ങളുടെ കണ്ടെത്തലുകൾ ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. ഓക്കെ, ഇവിടെ തന്നിട്ടുള്ളത് ചിപ്സ്, പച്ച വാഴയ്ക്ക, ചതച്ച എള്ള്, ഉണങ്ങിയ തേങ്ങ, ചതച്ച നിലക്കടല. ഇനി ഇവ നമ്മുടെ പേപ്പറിൽ വെച്ചിട്ട് ഉരച്ചാൽ എന്ത് ചെയ്യാം, എന്ത് കാണാൻ പറ്റുമെന്നാണ്. ചിപ്സ് പേപ്പറിൽ വെച്ചിട്ടൊന്ന് ഇതാക്കി നോക്കിയാൽ അവിടെ എണ്ണയുടെ അംശം കാണാൻ പറ്റൂലേ. പച്ച വാഴയ്ക്ക കാണാൻ പറ്റുമോ? ഇല്ലല്ലേ, എണ്ണയുടെ അംശം കാണാൻ പറ്റില്ല. ചതച്ച എള്ള് എണ്ണയുടെ അംശം കാണാം. ഉണങ്ങിയ തേങ്ങ എണ്ണയുടെ അംശം കാണാം. ചതച്ച നിലക്കടല എണ്ണയുടെ അംശം കാണാം അല്ലേ. നിങ്ങൾക്കറിയാവുന്ന കൊഴുപ്പടങ്ങിയ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളുടെ പേരെഴുതൂ. നിങ്ങൾ തയ്യാറാക്കിയ ലിസ്റ്റിൽ എണ്ണ, നെയ്യ്, മാംസം, മുട്ട, തേങ്ങ, എള്ള്, കടുക്, നിലക്കടല, പാല്, വെണ്ണ തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ. സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും നമുക്ക് കൊഴുപ്പ് ലഭിക്കുന്നുണ്ട്. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് അവ ഏതൊക്കെയാണെന്ന് എഴുതൂ. ഇവിടെ 5 പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഏതാണ്? വെളിച്ചെണ്ണ, നെയ്യ്, മത്സ്യ എണ്ണ അഥവാ മീൻ ഗുളിക എന്നൊക്കെ നമ്മൾ പറയുന്നതാണത്. ഇനി നെക്സ്റ്റ് വെണ്ണ, ലാസ്റ്റ് വൺ എന്താണ്? സൺഫ്ലവർ ഓയിൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി ഇവയെ സസ്യജന്യ കൊഴുപ്പുകൾ, ജന്തുജന്യ കൊഴുപ്പുകൾ എന്നിങ്ങനെ തരം തിരിച്ചെഴുതൂ. ഇവിടെ താഴെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. അതിൽ സസ്യജന്യ കൊഴുപ്പുകൾ, ജന്തുജന്യ കൊഴുപ്പുകൾ എന്ന് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഈ മുകളിൽ തന്ന
ചിത്രത്തിൽ നിന്നും വേർതിരിച്ചെഴുതാനാണ് പറയുന്നത്. എന്താണ് സസ്യജന്യ കൊഴുപ്പുകൾ എന്ന് പറഞ്ഞാൽ സസ്യങ്ങളിൽ നിന്നും നമ്മൾ വേർതിരിച്ചെടുക്കുന്ന കൊഴുപ്പിനെയാണ് നമ്മൾ സസ്യജന്യ കൊഴുപ്പുകൾ എന്ന് പറയുന്നത്. അതുപോലെ ജന്തുജന്യ കൊഴുപ്പുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ജന്തുക്കളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കൊഴുപ്പിനെയാണ് നമ്മൾ ജന്തുജന്യ കൊഴുപ്പുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സസ്യജന്യ കൊഴുപ്പുകളിൽ നമുക്ക് ഏതൊക്കെ ഉൾപ്പെടുത്താം? വെളിച്ചെണ്ണ, അതുപോലെ സൺഫ്ലവർ ഓയിൽ. ഓക്കെ, ഇനി ജന്തുജന്യ കൊഴുപ്പുകൾ ഏതൊക്കെയാണ്? മത്സ്യ എണ്ണ, നെയ്യ്, അതുപോലെ എന്താണ്? വെണ്ണ. ഓക്കെ, പച്ചക്കറി, അരി, ഗോതമ്പ് തുടങ്ങി മിക്കവാറും എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും ചെറിയ അളവിൽ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? കൊളസ്ട്രോൾ അല്ലേ? കൊളസ്ട്രോൾ അല്ലേ? കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല എന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് കേട്ടിട്ടില്ലേ? എന്താകാം കാരണം? കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. മിതമായ അളവിൽ കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമാണ്. എന്നാൽ രക്തത്തിൽ കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ അടിഞ്ഞുകൂടുകയും രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഇത് ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയ ഗുരുതര രോഗങ്ങൾക്ക് കാരണമാകും. ഓക്കെ, എന്താണ് പറയുന്നത്? കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിന് ചെറിയ അളവിൽ ആവശ്യമുണ്ട്, പക്ഷെ അമിതമായി കഴിഞ്ഞാൽ എന്താണ്? അത് ഒരുപാട് രോഗങ്ങൾ അല്ലേ? ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയ രോഗങ്ങൾ നമുക്ക് വരുത്തി വയ്ക്കും. ഓക്കെ, എങ്ങനെയാണ് കൊളസ്ട്രോൾ ഉണ്ടാവുന്നത്? നമ്മൾ ഒരുപാട് കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ് അല്ലേ? എണ്ണ, അതുപോലെ ചില പച്ചക്കറികളിലും ഫ്രൂട്ട്സിലും മീറ്റിലൊക്കെ എന്താണ്? കൊളസ്ട്രോൾ അധികമായിട്ടുണ്ട് അല്ലേ? അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ എന്താണ്? കൺട്രോൾ ചെയ്ത് കഴിക്കണം അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വിറ്റാമിനുകൾ. വിറ്റാമിനുകൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ചെറിയ അളവിൽ അത്യാവശ്യമുള്ള പോഷക ഘടകങ്ങളാണ് വിറ്റാമിനുകൾ. ഇതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി മനസ്സിലാക്കിയല്ലോ. ഇനി ഇവിടെ ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ടല്ലേ? ഡോക്ടറും അച്ഛനും കുട്ടിയൊക്കെ തമ്മിൽ. ഇവരെന്താ പറയുന്നത് നോക്കിയാലോ? അച്ഛനെന്താ പറയുന്നത്? ഡോക്ടർ, എൻ്റെ മകൻ പല്ല് തേക്കുമ്പോഴും കട്ടിയുള്ള ആഹാര സാധനങ്ങൾ ചവയ്ക്കുമ്പോഴും മോണയിൽ നിന്ന് രക്തം വരുന്നു. എന്താണ് കാരണം? അപ്പോൾ ഡോക്ടർ എന്താ പറയുന്നത്? മോണയിലെ രക്തസ്രാവം വിറ്റാമിൻ്റെ കുറവ് മൂലമാകാം. മരുന്നിനൊപ്പം വിറ്റാമിൻ സി ധാരാളം അടങ്ങിയ ഭക്ഷണം കൂടി കഴിക്കണം. അപ്പോൾ എന്താ പറയുന്നത്? കുട്ടി എന്താ പറയുന്നത്? അപ്പോൾ വിറ്റാമിനുകൾ എയും ബിയും ഒക്കെ ഉണ്ടോ ഡോക്ടർ? പലതരത്തിലുള്ള വിറ്റാമിനുകൾ ഉണ്ട് അല്ലേ? എയും ബിയും സിയും കെയും ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മളിപ്പോൾ പഠിക്കാൻ പോവുകയാണ്. ഈ കുട്ടിയുടെ സംശയം നിങ്ങൾക്കുമുണ്ടോ? ഇതുപോലെ പലതരത്തിലുള്ള വിറ്റാമിനുകളിലെ ബി സി എന്നൊക്കെ പറയുന്ന വിറ്റാമിനുകൾ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്കും സംശയമില്ലേ? വിവിധ തരം വിറ്റാമിനുകൾ ഏതെന്നും അവയുടെ പ്രാധാന്യം എന്തൊക്കെയാണെന്നും മനസ്സിലാക്കാൻ നൽകിയിട്ടുള്ള പട്ടിക വിശകലനം ചെയ്യൂ. നോക്കൂ, താഴെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. അതിലെ വിറ്റാമിനുകളും അതിനെ കൊണ്ടുള്ള പ്രാധാന്യമാണ് തന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. നോക്കൂ, വിറ്റാമിൻ എ കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിനും. വിറ്റാമിൻ ബി തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിനും. വിറ്റാമിൻ സി പല്ല്, മോണ, രക്തക്കുഴൽ എന്നിവയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും. വിറ്റാമിൻ ഡി എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും. വിറ്റാമിൻ ഇ നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന്. വിറ്റാമിൻ കെ മുറിവുണ്ടാകുമ്പോൾ രക്തക്കട്ട പിടിക്കുന്നതിന്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു 6 തരത്തിലുള്ള വിറ്റാമിനുകളും അതിൻ്റെ പ്രാധാന്യങ്ങളും പഠിച്ചു. ഇതിൽ കൂടാതെ വിറ്റാമിൻ B1, B2, B6, B12 എന്നൊക്കെ പറയുന്ന വേറെയും വിറ്റാമിനുകൾ ഉണ്ട്. ഓക്കെ, ഇനി ത്വക്കിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനുകൾ ഏതെല്ലാം? വിറ്റാമിൻ എ ആൻഡ് വിറ്റാമിൻ ബി അല്ലേ? ഇനി വിറ്റാമിൻ ഡി ആവശ്യത്തിന് ലഭിച്ചില്ലെങ്കിൽ എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും? എന്താണ് വിറ്റാമിൻ ഡിയുടെ പ്രാധാന്യം? എന്താണ്? എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കുമാണ് അല്ലേ? അപ്പോൾ എന്താണ്? വിറ്റാമിൻ ഡിയുടെ കുറവ് അസ്ഥികളെയും സന്ധികളെയും ദുർബലപ്പെടുത്തുകയും ഈ ഭാഗങ്ങളിൽ നമുക്ക് വേദന അനുഭവപ്പെടും. പിന്നെയോ പല്ലുകളൊക്കെ നശിച്ചു പോകൂലേ? പിന്നെ അതുപോലെ നമുക്ക് പെട്ടെന്ന് രോഗങ്ങൾ വന്ന് പിടിപെടും. പട്ടിക വിശകലനം ചെയ്തല്ലോ. വിറ്റാമിനുകളെ കുറിച്ച് ഒരു കുറിപ്പും തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. ഇനി ഇത് വെച്ചിട്ട് നിങ്ങൾ ഒരു കുറിപ്പ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? അധിക വായനയ്ക്ക്. വിറ്റാമിൻ ഡിയും ബി കോംപ്ലക്സും. ഓക്കെ, സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി. ചെറിയ അളവിൽ ഭക്ഷണത്തിൽ നിന്നും ഇത് ലഭിക്കുന്നുണ്ട്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഏറ്റവും ആവശ്യമായ ഒരു വിറ്റാമിനാണിത്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ എല്ലുകൾ ദുർബലമായോ മൃദുവായോ മാറുന്ന അവസ്ഥയാണ് കാണാം, റിക്കറ്റ്സ്. ഓക്കെ,
വിറ്റാമിൻ ഡി ലഭിക്കുന്നതിനായി സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതാണ്. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യം വേണ്ട ഒരു കൂട്ടം വിറ്റാമിനുകളാണ് ബി കോംപ്ലക്സ്. 8 തരം ബി വിറ്റാമിനുകളുടെ കൂട്ടമാണിത്. ആരോഗ്യം നിലനിർത്തുന്നതിൽ വിറ്റാമിൻ ബി കോംപ്ലക്സ് നിർണായക പങ്കുവഹിക്കുന്നു. കോശത്തിൻ്റെ ആരോഗ്യം, ചുവന്ന രക്താണുക്കളുടെ വളർച്ച, കാഴ്ചശക്തി, നാഡീപ്രവർത്തനം, ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയ്ക്ക് എല്ലാം ബി കോംപ്ലക്സ് ആവശ്യമാണ്. ഓക്കെ, ഇവിടെ ആരെക്കുറിച്ചാണ്, ഏതൊക്കെ വിറ്റാമിനെ കുറിച്ചാണ് പറയുന്നത്? വിറ്റാമിൻ ഡിയും ബി കോംപ്ലക്സിനെ കുറിച്ചുമാണ് പറയുന്നത്. ഓക്കെ, ഇതെന്താണ്? രണ്ടും നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒരു വിറ്റാമിനുകളാണ്. ഓക്കെ, വിറ്റാമിനുകളുടെ കുറവ് മൂലമുണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഏതെല്ലാം ആഹാരങ്ങൾ കഴിക്കണം? വ്യത്യസ്ത വിറ്റാമിനുകൾ അടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ ഏതെല്ലാമെന്ന് പട്ടിക നിരീക്ഷിച്ച് മനസ്സിലാക്കൂ. റഫറൻസ് പുസ്തകങ്ങൾ പരിശോധിച്ച് കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുത്തി പട്ടിക വിപുലീകരിക്കുമല്ലോ. ഇവിടെ താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിലെന്താണ്? വിറ്റാമിനുകൾ കൊടുത്തിട്ടുണ്ട്, അതടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ തന്നിട്ടുണ്ട്. ബാക്കി നിങ്ങളോട് കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. ഓക്കെ, വിറ്റാമിനുകൾ. വിറ്റാമിൻ എ അതടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ്? മത്സ്യം, ക്യാരറ്റ് എന്നിവ ഇവിടെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെ എഴുതി കൊടുക്കാം? ബദാം, പിന്നെ ഇലവർഗ്ഗങ്ങൾ, മധുരക്കിഴങ്ങ്, പപ്പായ, പാൽ, മുട്ട എന്നിവയിലൊക്കെ എന്താണ്? വിറ്റാമിൻ എ അടങ്ങിയിട്ടുണ്ട്. ഇനി വിറ്റാമിൻ ബി മട്ടയരി, ചീര, അതുപോലെ മാംസം, പാല്, ധാന്യങ്ങൾ, സോയാബീൻ എന്നിവയിൽ വിറ്റാമിൻ ബി അടങ്ങിയിട്ടുണ്ട്. ഇനി വിറ്റാമിൻ സി തക്കാളി. ഇവിടെ തന്നിട്ടുള്ളത് ഏതാണ്? നെല്ലിക്ക, നാരങ്ങയൊക്കെ തന്നിട്ടുണ്ട്. ഇനി തക്കാളി, സ്ട്രോബെറി, പപ്പായ, പേരയ്ക്ക, മുന്തിരി, ഓറഞ്ചിലെ ഇത്തരത്തിലുള്ള സിട്രസ് ഫ്രൂട്ടുകളിലൊക്കെ എന്താണ്? വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇനി വിറ്റാമിൻ ഡി എന്താണ്? മത്സ്യം, മുട്ട, അതുപോലെ പാല്, മാംസം, കൂൺ, ഓക്കെ, ധാന്യങ്ങൾ, തൈര്, വെണ്ണ തുടങ്ങിയവയിലൊക്കെ എന്താണ്? വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. ഇനി വിറ്റാമിൻ ഇ നിലക്കടല, ബദാം, പഴം, ഇലവർഗ്ഗങ്ങൾ, മുട്ട, ശതാവരി, ഒലീവ് ഓയിൽ, മധുരക്കിഴങ്ങ് തുടങ്ങിയവയിലൊക്കെ വിറ്റാമിൻ ഇ നല്ലപോലെ അടങ്ങിയിട്ടുണ്ട്. ഇനി വിറ്റാമിൻ കെ ക്യാബേജ്, കോളിഫ്ലവർ, പിന്നെയോ കിവി, മുട്ട, ശതാവരി, വെണ്ട, ഇലവർഗ്ഗങ്ങൾ, വെള്ളരി, നാരങ്ങ തുടങ്ങിയവയിലും വിറ്റാമിൻ കെ നല്ലപോലെ അടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ഒരു ദിവസത്തെ ഭക്ഷണത്തിൽ ഈ പട്ടികയിലെ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കൂ. ഓക്കെ, അപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞ ഭക്ഷ്യവസ്തുക്കളൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം. ഓക്കെ, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടുന്ന ഭക്ഷ്യയോഗ്യമായ ഇലകൾ, പഴവർഗ്ഗങ്ങൾ എന്നിവയിൽ വിവിധ ഇനം വിറ്റാമിനുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നു. മുരിങ്ങയില, ചീര, പേരയ്ക്ക, പപ്പായ, മാങ്ങ തുടങ്ങിയ വിവിധ ഭക്ഷ്യവസ്തുക്കൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലായില്ലേ? വിറ്റാമിൻ ബി, സി എന്നിവ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. എ, ഡി, ഇ, കെ എന്നീ വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കുകയുള്ളൂ. കൊഴുപ്പിൻ്റെ അഭാവത്തിൽ ഈ വിറ്റാമിനുകൾ ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടുകയില്ല. ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുത്തേണ്ടതിൻ്റെ പ്രാധാന്യം മനസ്സിലായല്ലോ. എന്താണ്? ചില വിറ്റാമിനുകൾ വെള്ളത്തിൽ ലയിച്ചു പോകുന്നതാണ്. ഏതൊക്കെയാണ്? വിറ്റാമിൻ ബിയും സിയും അല്ലേ? അങ്ങനെയാണെങ്കിൽ കൊഴുപ്പിൽ, നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പിൽ അലിഞ്ഞു ചേരുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ്? വിറ്റാമിൻ എ, ഡി, ഇ, കെ എന്നിവയാണ്. അപ്പോൾ ഓരോ ഭക്ഷണവും നമ്മൾ കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലേക്ക് ഏതൊക്കെ വിറ്റാമിനുകളാണ് തരുന്നത്, അതിൻ്റെയൊക്കെ പ്രാധാന്യമൊക്കെ നമ്മൾ മനസ്സിലാക്കി അല്ലേ? ഇനി ഭക്ഷണത്തിലെ ധാതുക്കൾ, മിനറൽസ് ഇൻ ഫുഡ്. ഇവിടെ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടല്ലോ. എന്താ പറയുന്നത്? ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അയൺ ഗുളിക നൽകും, എല്ലാവരും ഓഡിറ്റോറിയത്തിൽ എത്തേണ്ടതാണ്. എന്താണ് അനൗൺസ്മെൻറ്റിൽ പറയുന്നത്? അയൺ ഗുളികയെ കുറിച്ചാണ് അല്ലേ? ഓക്കെ, സ്കൂളിലെ അനൗൺസ്മെൻറ്റ് ശ്രദ്ധിച്ചില്ലേ? എന്തിനാണ് കുട്ടികൾക്ക് അയൺ ഗുളിക നൽകുന്നത്? നിങ്ങളുടെ സ്കൂളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അയൺ ഗുളിക തരാറില്ലേ? അത് കുടിക്കാനൊക്കെ ചില ആൾക്കാർക്കൊക്കെ ചില മടികളുണ്ട് അല്ലേ? അപ്പം അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് ഈ പ്രാവശ്യം നമ്മൾ പഠിക്കുകയാണ് അല്ലേ? അയൺ ഒരു ധാതുവാണ്. ഇത്തരം ചില ധാതുക്കൾ ശരീരത്തിൻ്റെ ശരിയായ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ്. ഏതൊക്കെ ധാതുക്കളാണ് നമുക്ക് വേണ്ടത്? അവ ഓരോന്നും നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും സഹായകമാകുന്നത് എങ്ങനെയാണ്? പട്ടിക വിശകലനം ചെയ്ത് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. ഓക്കെ,
ഇവിടെ നമ്മൾ അയൺ ഗുളിക കഴിക്കുന്നതിൻ്റെ പ്രാധാന്യം അല്ലേ, നമ്മുടെ സ്കൂളിൽ അയൺ ഗുളിക തരുന്നുണ്ടല്ലേ, അതിൻ്റെ പ്രാധാന്യം, അതുപോലെ മറ്റ് ധാതുക്കളുടെയൊക്കെ പ്രാധാന്യം, അപ്പോൾ നമുക്ക് ഏതൊക്കെ ആഹാരത്തിൽ നിന്നാണ് ലഭിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. ഓക്കെ, നോക്കാം. അയൺ അല്ലേ, ഇരുമ്പ്, അത് ഏതൊക്കെ ആഹാരത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്? ഇലക്കറികൾ, ശർക്കര, മത്സ്യം, കരൾ. ഓക്കെ, ഇനി അതിൻ്റെ പ്രാധാന്യം എന്താണ്? രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇനി കാൽസ്യം. കാൽസ്യം ഏതിലൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? മുട്ട, പാൽ, ഇലക്കറികൾ, മത്സ്യം. ഓക്കെ, അത് കഴിച്ചാലുള്ള പ്രാധാന്യം എന്താണ്? നമുക്ക് എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും രക്തം കട്ട പിടിക്കുന്നതിനും സഹായിക്കുന്നു. ഓക്കെ, ഇനി അയഡിൻ. അയഡിൻ ഏത് ആഹാരത്തിലാണ് കൂടുതൽ അടങ്ങിയിട്ടുള്ളത്? കടൽ വിഭവങ്ങളിലാണ് അല്ലേ. ഇനി അത് എന്താണ്? തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിനാണ് സഹായിക്കുന്നത് അയഡിൻ. ഓക്കെ, രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതു ഏതാണ്? ഇത് ലഭിക്കാൻ ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം? രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതു ഏതാണ്? അയൺ ആണല്ലേ, ഇരുമ്പാണല്ലേ. ഇത് ലഭിക്കാൻ ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം? ഇലക്കറികൾ, അതുപോലെ പഴവർഗ്ഗങ്ങൾ. കടൽ വിഭവങ്ങൾ കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? ആ കടൽ വിഭവങ്ങളിലാണ് അയഡിൻ്റെ കണ്ടന്റ് ഉള്ളത് അല്ലേ. അതിന് നമ്മൾ അയഡിൻ്റെ കണ്ടന്റ് നമ്മളെ ശരീരത്തിലുണ്ടെങ്കിൽ നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുള്ളൂ. അത് ശരീരത്തിൽ അതിനൊരു കുറവും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കടൽ വിഭവങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത്. ഓക്കെ, മുട്ട, പാൽ, ഇലക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഒഴിവാക്കിയാൽ ഉണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ചർച്ച ചെയ്യൂ. എന്താണ്? മുട്ട, പാല്, ഇലക്കറികളിലൊക്കെ എന്താണ്? അയണ്, അതുപോലെ കാൽസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടാകും? എല്ലുകളുടെ ബലക്ഷയം ഉണ്ടാവില്ലേ, പിന്നെ എല്ലുകൾ, പല്ലുകളൊക്കെ ബലക്ഷയം ഉണ്ടാവും. പിന്നെ രക്തകട്ടം പിടിക്കാൻ സഹായിക്കുന്നത് എന്താണ്? ഇലക്കറികളാണല്ലേ. അധിക വായനയ്ക്ക്. ഹീമോഗ്ലോബിൻ. ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. ഇവ രക്തത്തിനു ചുവപ്പ് നിറം നൽകുന്നു. രക്തത്തിലെ ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നതും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കൊണ്ടുപോകുന്നതും ഹീമോഗ്ലോബിനാണ്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥയാണ് അനീമിയ. ഓക്കെ, അപ്പോൾ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് ആരാണ്? ഹീമോഗ്ലോബിൻ ആണല്ലേ. അപര്യാപ്തത രോഗങ്ങൾ, ഡെഫിഷ്യൻസി ഡിസീസസ്. ഓക്കെ, വിറ്റാമിനുകളും ധാതുക്കളും കുറഞ്ഞ അളവിൽ മാത്രമേ ശരീരത്തിന് ആവശ്യമുള്ളൂ. എങ്കിലും വേണ്ടത്ര അളവിൽ അവ ലഭ്യമായില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അപര്യാപ്തത രോഗങ്ങൾ ഉണ്ടാകുന്നു. പ്രോട്ടീൻ്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന അപര്യാപ്തത രോഗങ്ങൾ നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. വിറ്റാമിനുകളുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ പട്ടികപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. ഓക്കെ, ഓരോ വിറ്റാമിനുകളും കുറയുമ്പോൾ നമുക്ക് ഓരോ രോഗങ്ങൾ ഉണ്ടാവും. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത അല്ലേ, രാത്രിയൊക്കെ കണ്ണ് കാണാൻ കഴിയാത്തൊരവസ്ഥ. ഇനി വിറ്റാമിൻ ബി എന്താണ്? ഗ്ലോസിസ്റ്റിസ്, നാവ് വീക്കവും നാവിലെ തൊലി ഇളകുന്ന അവസ്ഥയുമാണ് അല്ലേ. വായ്പുണ്ണ് എന്നിവയൊക്കെ വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം നമുക്കുണ്ടാകുന്ന രോഗമാണ്. ഓക്കെ, ഇനി വിറ്റാമിൻ സിയുടെ മോണയിൽ നിന്നും രക്തസ്രാവം വരുന്നത് സ്കേവി. ഓക്കെ, ഇനി വിറ്റാമിൻ ഡി കാണാം അല്ലേ, റിക്കറ്റ്സ്. ഏത് വിറ്റാമിൻ്റെ അഭാവം മൂലമാണ് സ്കേവി ഉണ്ടാകുന്നത് അല്ലേ? മോണയിൽ നിന്നും രക്തം സ്രാവം വരുന്നതിനെയാണ് നമ്മൾ സ്കേവി എന്ന് പറയുന്നത്. അത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്? വിറ്റാമിൻ സി. ഓക്കെ, നിങ്ങളുടെ വീട്ടിലെ ആർക്കെങ്കിലും വായ്പുണ്ണ് വന്നാൽ അവരുടെ ഭക്ഷണത്തിൽ ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുത്താൻ നിങ്ങൾ നിർദ്ദേശിക്കും? ഓക്കെ, വായ്പുണ്ണ് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്? വിറ്റാമിൻ ബിയിലെ. അപ്പോൾ വിറ്റാമിൻ ബി അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ്? മാംസം, പാല്, ധാന്യങ്ങളിലെ മട്ടയരി, തവിടോട് കൂടിയ അരികൾ, അതുപോലെ സോയാബീന്, ഇതിലൊക്കെയാണ് എന്തുള്ളത്? പിന്നെന്തൊക്കെയാണ്? ചീര, ഇതിലൊക്കെയാണ് എന്തുള്ളത്? വിറ്റാമിൻ ബി നന്നായിട്ട് അടങ്ങിയിട്ടുള്ളത്. ഈ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് വായ്പുണ്ണ് ശമിപ്പിക്കാൻ പറ്റും അല്ലേ. ഏത് വിറ്റാമിൻ്റെ കുറവാണ് നിശാന്തതയ്ക്കു കാരണം? വിറ്റാമിൻ എ ആണ് അല്ലേ. ഏത് വിറ്റാമിൻ്റെ അഭാവം മൂലമാണ് കണ ഉണ്ടാകുന്നത്? ഏത് വിറ്റാമിൻ്റെയാണ്? വിറ്റാമിൻ ഡി ഇല്ലേ, കണ, റിക്കറ്റ്സ്. ഓക്കെ, പട്ടിക വിശകലനം ചെയ്ത് നിങ്ങളുടെ നിഗമനങ്ങൾ ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്? നിശാന്തത. നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവാണ് നിശാന്തത.
നിശാന്തതയുള്ള വ്യക്തികൾക്ക് പകലും രാത്രിയിൽ നല്ല വെളിച്ചത്തിലും കാഴ്ചയ്ക്ക് യാതൊരു തകരാറും ഉണ്ടായിരിക്കില്ല. ഓക്കെ, മങ്ങിയ വെളിച്ചത്തിലും ഇരുട്ടിലുമാണ് ഇവർക്ക് കണ്ണ് കാണാത്ത അവസ്ഥയാണ് നമ്മൾ നിശാന്തത എന്ന് പറയുന്നത്. അത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്? വിറ്റമിൻ എ. ധാതുക്കളുടെ അഭാവം മൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗങ്ങളാണ് ചുവടെ പട്ടികയിൽ നൽകിയിരിക്കുന്നത്. പട്ടിക വിശകലനം ചെയ്ത് നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തൂ. ഓക്കെ, ധാതുക്കളും അതുമൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗങ്ങളും തന്നിട്ടുണ്ട്. ഓക്കെ, അയൺ അനീമിയയാണ്, വിളർച്ചയാണ് അയണിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം. ഓക്കെ, ഇനി അയഡിന് ഗോയിറ്റ്, കാൽസ്യത്തിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോപെറോസിസ്. ഓക്കെ, ഇനി അയണിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ്? അനീമിയ, വിളർച്ച അല്ലേ. ഗോയിറ്റർ രോഗം ഉണ്ടാകാതിരിക്കാൻ നാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ആഹാര വസ്തുക്കൾ ഏതൊക്കെയാണ്? എന്തുകൊണ്ട്? എന്തിൻ്റെ കുറവ് മൂലമാണ് ഗോയിറ്റർ ഉണ്ടാകുന്നത്? അയഡിൻ്റെ കുറവ് മൂലമാണ് അല്ലേ. അയഡിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ എന്തായിരുന്നു എന്നാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. കടൽ വിഭവങ്ങളിലാണ് അയഡിൻ കൂടുതൽ അടങ്ങിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ എന്താണ്? അയഡിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ. അതുകൊണ്ടാണ് അയഡിൻ അടങ്ങിയ കടൽ വിഭവങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓസ്റ്റിയോപെറോസിസ് ഉണ്ടാകാതിരിക്കാൻ ഏതൊക്കെ തരം ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം? ഓസ്റ്റിയോപെറോസിസ് എന്താണ്? കാൽസ്യത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് അല്ലേ. അപ്പോൾ കാൽസ്യത്തിൻ്റെ കുറവ് നമ്മൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ആഹാരത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം? ഇലക്കറികൾ, മത്സ്യം, മുട്ട, പാൽ ഉൽപ്പന്നങ്ങൾ, ഇതൊക്കെ എന്താണ് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം അല്ലേ. എന്തിനാണ് സ്കൂളിൽ അയൺ ഗുളിക വിതരണം ചെയ്യുന്നത്? വിശദീകരിക്കൂ. എന്താണ്? ശരീരത്തിൽ അയണിലെ ഇരുമ്പിൻ്റെ അംശത്തിൽ കുറവ് വരുമ്പോൾ വിളർച്ച അനുഭവപ്പെടുന്നു. അപ്പോൾ വിളർച്ച തടയുന്നതിനായിട്ടാണ് സ്കൂളിൽ അയൺ ഗുളികകൾ വിതരണം ചെയ്യുന്നത്. നമുക്ക് വിളർച്ച, അനീമിയ എന്ന രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അയൺ ഗുളിക സ്കൂളിൽ വിതരണം ചെയ്യുന്നത്. ഓക്കെ, മുകളിൽ നൽകിയിരിക്കുന്ന 2 പട്ടികകളും വിശകലനം ചെയ്ത് അപര്യാപ്തത രോഗങ്ങളെക്കുറിച്ച് ഒരു ലേഖനം തയ്യാറാക്കി ബുള്ളറ്റിൻ ബോർഡിൽ പ്രദർശിപ്പിക്കൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് അധിക വായനയ്ക്ക്. ഓസ്റ്റിയോപെറോസിസ് അസ്ഥികളിലെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലം എല്ലുകളുടെ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപെറോസിസ് അല്ലെങ്കിൽ അസ്ഥിക്ഷയം. എല്ലുകളുടെ ബലക്ഷയം, പൊട്ടൽ എന്നിവയ്ക്ക് ഇത് കാരണമാകുന്നു. ഓക്കെ, എന്താണ്? ഓസ്റ്റിയോപെറോസിസ് കാൽസ്യത്തിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്. അത് വന്നു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ അസ്ഥികളിലൊക്കെ ബലക്ഷയം സംഭവിച്ചു അത് പെട്ടെന്ന് പൊട്ടിപ്പോവാനൊക്കെ കാരണമാകും. ഓക്കെ, നെക്സ്റ്റ് ഗോയിറ്റർ. നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ അയഡിൻ്റെ അഭാവം മൂലം തൊണ്ടയിലെ തൈറോയിഡ് ഗ്രന്ഥി വലുതാകുന്ന അവസ്ഥയാണ് സിമ്പിൾ ഗോയിറ്റർ അഥവാ തൊണ്ടമുഴ. തൈറോയിഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപാദനത്തിന് അയഡിൻ ആവശ്യമാണ്. ഇനി നെക്സ്റ്റ് പോഷകേതര ഘടകങ്ങൾ. പോഷക ഘടകങ്ങളെ പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റു ചില ഘടകങ്ങളും നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമാണ്. അവ ഏതെല്ലാമാണെന്ന് നോക്കാം. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ. വാഴപ്പിണ്ടിയാണ് അല്ലേ. വാഴപ്പിണ്ടി മുറിച്ചു നോക്കൂ. അവയിലെ നാരുകൾ നിരീക്ഷിക്കൂ. നാരുകളുള്ള മറ്റേതെല്ലാം ഭക്ഷ്യ സാധനങ്ങൾ നിങ്ങൾക്കറിയാം? ആഹാരത്തിൽ നാരുകൾ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? താഴെ കൊടുത്തിരിക്കുന്ന കുറിപ്പ് ചർച്ച ചെയ്യൂ. നിങ്ങളുടെ നിഗമനങ്ങൾ ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ. എന്താണ്? വാഴപ്പിണ്ടിയിൽ നാരുകൾ നന്നായിട്ട്, ഫൈബേഴ്സ് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് അല്ലേ. അതിൻ്റെ പ്രയോജനം എന്താണെന്നുള്ളത് ഇവിടെ താഴെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. നമുക്കത് വായിച്ച് നോക്കാം. നാരുകൾ, ഫൈബേഴ്സ് അല്ലേ. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ സെല്ലുലോസ് ആണ് നാരുകൾ. നാരുകൾ പോഷക ഘടകമല്ല എങ്കിലും ദഹനം, വൻകുടലിലൂടെ വിസർജ്യ വസ്തുക്കളുടെ പുറന്തള്ളൽ എന്നിവ സുഗമമാക്കുന്നത് നാരുകളാണ്. തവിട് അടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ പിണ്ടി, വാഴക്കൂമ്പ് എന്നിവയിൽ ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നു. ഓക്കെ, നാരുകൾ നമ്മുടെ ശരീരത്തിന് നൽകുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ദഹനം സുഗമമാക്കൂലേ. അതുപോലെ എന്താണ്? അത് ഏതിലൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? തവിട് അടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ പിണ്ടി, അതുപോലെ വാഴയുടെ കൂമ്പിലൊക്കെയാണ് ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളത്. അച്ഛനോടും അമ്മയോടും ചോദിച്ച് വാഴയുടെ പിണ്ടിയോ കൂമ്പോ ഉപയോഗിച്ച് നിങ്ങളുടെ വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷ്യവിഭവങ്ങൾ ഏതെല്ലാമാണെന്ന് മനസ്സിലാക്കൂ. അവ നിർബന്ധമായും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുമല്ലോ. ഓക്കെ,
ഇനി നോക്കൂ, ചിത്രം നിരീക്ഷിക്കൂ. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. എന്താണത്? മാമ്പഴം ഉണ്ട്, അതുപോലെ മാമ്പഴത്തിന്റെ ജ്യൂസും ഉണ്ട് അല്ലേ? മാമ്പഴ കഷ്ണങ്ങളും അരിച്ചെടുത്ത മാമ്പഴ ജ്യൂസും ശ്രദ്ധിച്ചില്ലേ? ഏതിലാണ് കൂടുതൽ നാരുകൾ ഉണ്ടാവുക? എന്തുകൊണ്ട്? ചർച്ച ചെയ്യൂ. ഇനി മുതൽ മാമ്പഴം, ഓറഞ്ച്, ആപ്പിൾ തുടങ്ങിയ പഴവർഗ്ഗങ്ങൾ ജ്യൂസ് രൂപത്തിലാക്കാതെ കഴിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. എന്താണ്? നമ്മൾ അരിച്ചെടുക്കുമ്പോൾ അതിൽ നാരുകളല്ലേ, അരിപ്പയിൽ എന്താണ് നാരുകൾ കാണാൻ പറ്റൂലേ? അതിൻ്റെ പ്യൂരി മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കുടിക്കുന്നത്. നാരുകൾ നമ്മൾ കളയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ മാമ്പഴം, അതുപോലെ ഓറഞ്ച്, ആപ്പിളൊക്കെ ഇനി ജ്യൂസ് അടിക്കാതെ കഴിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ. നെക്സ്റ്റ്, ജലം. നമ്മുടെ ശരീരത്തിന്റെ ഏതാണ്ട് 70% ജലമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ദഹനം, രക്തചംക്രമണം, വിസർജനം തുടങ്ങിയ വിവിധ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ജലം ആവശ്യമാണ്. മൂത്രം, വിയർപ്പ് മുതലായവയിലൂടെ ശരീരത്തിൽ നിന്ന് ജലനഷ്ടം ഉണ്ടാകുന്നു. അതിനാൽ ധാരാളം ശുദ്ധജലം കുടിക്കണം. കുട്ടികൾ ഒരു ദിവസം 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കേണ്ടതുണ്ട്. തക്കാളി, വെള്ളരി, തണ്ണിമത്തൻ തുടങ്ങിയ പച്ചക്കറികളിൽ ധാരാളം ജലം അടങ്ങിയിരിക്കുന്നു. ഇവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമല്ലോ. ഓക്കെ. നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ജലം അത്യാവശ്യമാണ് അല്ലേ? അപ്പോൾ ജലം എന്ത് ചെയ്യണം? നിങ്ങൾ കുട്ടികൾ എത്ര ഗ്ലാസ് വരെ കുടിക്കണം? 10 മുതൽ 12 ഗ്ലാസ് വരെ കുടിച്ചിരിക്കണം അല്ലേ? ഇനി ജലം കൂടുതൽ അടങ്ങിയിട്ടുള്ള പച്ചക്കറികളൊക്കെ ഉണ്ട്, പഴവർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. ഏതൊക്കെയാണ്? തക്കാളി, വെള്ളരി, മത്തനൊക്കെ തുടങ്ങിയതിൽ എന്താണ്? ധാരാളം ജലം അടങ്ങിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എല്ലാവരും നല്ലപോലെ വെള്ളം കുടിക്കണം. അത് നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾ കൃത്യമായ രീതിയിൽ നടക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനുള്ള ജലം ഉണ്ടായിരിക്കണം. ഓക്കെ. ഇനി നെക്സ്റ്റ്, സമീകൃത ആഹാരം, ബാലൻസ്ഡ് ഡയറ്റ്. ആരോഗ്യം നിലനിർത്തുന്നതിന് നിശ്ചിത അളവിൽ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ അടങ്ങിയിരിക്കുന്ന ഭക്ഷണക്രമമാണ് നാം ശീലിക്കേണ്ടത്. ഇത്തരത്തിലുള്ള ഭക്ഷണക്രമമാണ് സമീകൃതാഹാരം. മുമ്പ് ചർച്ച ചെയ്ത എല്ലാ പോഷക ഘടകങ്ങളും മതിയായ തോതിൽ അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥം ഉണ്ടോ? ഒരു ഭക്ഷ്യവസ്തുവിലെ പോഷക ഘടകത്തിൽ ഉണ്ടാകുന്ന കുറവ് മറ്റൊരു ഭക്ഷണത്തിലൂടെയല്ലേ നാം നികത്തുന്നത്? അങ്ങനെയെങ്കിൽ നാം കഴിക്കുന്ന ഭക്ഷണം വൈവിധ്യമുള്ളതായിരിക്കണ്ടേ? നിങ്ങൾ നേരത്തെ ഒരു ദിവസത്തെ ആഹാരം പട്ടികപ്പെടുത്തിയിട്ടുണ്ടല്ലോ. എല്ലാ പോഷക ഘടകങ്ങളും ഉൾപ്പെട്ട സമീകൃത ആഹാരമാണോ അത് എന്ന് പരിശോധിക്കൂ. അല്ല എങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ ആവശ്യമായ മാറ്റം വരുത്തി പട്ടികയിൽ എഴുതൂ. ഓക്കെ. നമ്മളെന്താണ്? സമീകൃത ആഹാരമാണല്ലേ കഴിക്കേണ്ടത്. അതിലെന്തൊക്കെ വേണം? പ്രോട്ടീന്, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവയൊക്കെ അടങ്ങിയിട്ടുള്ളതായിരിക്കണം നമ്മുടെ ഭക്ഷണം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റം, നിങ്ങളുടെ പ്രഭാത ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടവ, അതുപോലെ ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടവ, ഇനി രാത്രി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടവ. ഓക്കെ. ഇത് നിങ്ങൾ ചെയ്യുക. ഓക്കെ. എൻ്റെ ഫുഡ് പ്ലേറ്റ്. നാം ചർച്ച ചെയ്ത പോഷക ഘടകങ്ങളിൽ ഒരു ഘടകവും ഒഴിവാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായില്ലേ? എല്ലാ പോഷക ഘടകങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മാതൃകയാണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. ഒരു ദിവസം കഴിക്കേണ്ട ഭക്ഷ്യവസ്തുക്കളുടെ അളവ് ചിത്രത്തിൽ നോക്കി കണ്ടെത്തൂ. ഓക്കെ. ചിത്രം നോക്കൂ. 100 ഗ്രാം പഴവർഗ്ഗങ്ങൾ, 400 ഗ്രാം പച്ചക്കറി, പയറുവർഗ്ഗങ്ങൾ, മുട്ട, മത്സ്യം, മാംസം എന്നിവ 85 ഗ്രാം വീതം. പിന്നെ പാല്, തൈര് 300 ml. അണ്ടിപ്പരിപ്പുകൾ അഥവാ വിത്തുകളിലെ നട്ട്സൊക്കെ എന്താണ്? 30 ഗ്രാം വീതം. കൊഴുപ്പുകൾ 27 ഗ്രാം വീതം. ധാന്യങ്ങൾ 260 ഗ്രാം വീതം ഒക്കെ എന്താണ്? നമ്മുടെ ഫുഡ് പ്ലേറ്റിൽ ഉണ്ടാവേണം. ഓക്കെ. ഇങ്ങനെയാണ് നമ്മൾ കഴിക്കേണ്ട ഫുഡിൻ്റെ അളവ്. ഇങ്ങനെയാണോ നിങ്ങൾ ഫുഡ് കഴിക്കുന്നത്? അല്ലല്ലേ. ഏറ്റവും കൂടുതൽ നമ്മൾ എന്താണ് എടുക്കുന്നത്? ധാന്യങ്ങളാണല്ലേ. അതിൽ നിന്നൊക്കെ നമുക്ക് ചെറിയൊരു മാറ്റം വരണമല്ലേ, എങ്കിൽ മാത്രമേ നമ്മുടെ ശരീരം നന്നായിട്ട് ആരോഗ്യമായിട്ട് ഇരിക്കുള്ളൂ. ഓക്കെ. നിങ്ങളുടെ ആഹാര രീതി അനുസരിച്ച് എല്ലാ പോഷക ഘടകങ്ങളും ഉൾപ്പെടുന്ന വിധം ഒരു ദിവസത്തെ ഭക്ഷണ ചാർട്ട് തയ്യാറാക്കി വീട്ടിലും ക്ലാസ്സിലും അവതരിപ്പിക്കൂ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്യാം. ഓക്കെ. നിങ്ങളുടെ ഒരു ദിവസത്തെ ഭക്ഷണ ചാർട്ടിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് ഇതുപോലെ ചെയ്യാം. ഓക്കെ. ഉച്ചഭക്ഷണവും കലോറിയും. സ്കൂൾ ഉച്ചഭക്ഷണത്തിൻ്റെ 5 ദിവസത്തെ മെനു പരിശോധിക്കൂ. അതിൽ ഏതെല്ലാം വിഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? ഓരോ ദിവസത്തെയും മെനു ടീച്ചറുമായി ചർച്ച ചെയ്ത് വിഭവങ്ങളും അവയിലടങ്ങിയ പോഷക ഘടകങ്ങളും പരിശോധിച്ച് പട്ടികപ്പെടുത്തൂ. ഓക്കെ. തിങ്കൾ മുതൽ വെള്ളി വരെ ദിവസങ്ങളിൽ നിങ്ങളുടെ സ്കൂളിലെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയ കാര്യങ്ങളാണ്
ഇവിടെ പട്ടികപ്പെടുത്താൻ പറയുന്നത്. ഓക്കെ, ഓരോ ദിവസത്തെയും വിഭവങ്ങളും പോഷകഘടകങ്ങളും രേഖപ്പെടുത്തിയത് ശ്രദ്ധിച്ചില്ലേ? കുട്ടികൾക്ക് സമീകൃത ആഹാരം ലഭിക്കുന്ന രീതിയാണ് സ്കൂൾ ഉച്ചഭക്ഷണത്തിൻ്റെ മെനു തയ്യാറാക്കിയിരിക്കുന്നതെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ എത്ര പേരുണ്ട് ഇതിൽ സ്കൂളിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിക്കുന്നവർ? നിങ്ങളൊക്കെ സ്കൂളിൽ നിന്നാണോ ഉച്ചഭക്ഷണം കഴിക്കുന്നത്? നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണമാണ് നമ്മുടെ സ്കൂളിൽ നിന്ന് ഇപ്പോൾ തരുന്നത് അല്ലേ? അപ്പോൾ നിങ്ങളുടെ സ്കൂളിലെ ഇവിടെ ഓരോരുത്തരും ഓരോ സ്കൂളിലാണല്ലേ പഠിക്കുന്നത്. അവരൊക്കെ നിങ്ങളുടെ സ്കൂളിലെ എങ്ങനെയാണ് നിങ്ങളുടെ സ്കൂളിലെ ഫുഡ് ചാർട്ട് മെനു എന്നുള്ളത് ഇവിടെ എഴുതി കൊടുക്കുക. ഓക്കെ. അധിക വായനയ്ക്ക് കലോറി. ഭക്ഷണത്തിലെ ഊർജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റാണ് കലോറി. ശ്വസനം, രക്തചംക്രമണം തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് ഊർജം ആവശ്യമാണ്. ശാരീരിക അധ്വാനമുള്ള ഒരു പുരുഷന് പ്രതിദിനം ശരാശരി 1900 മുതൽ 2400 കലോറി വരെ ഊർജം ആവശ്യമാണ്. ശാരീരിക അധ്വാനമുള്ള ഒരു സ്ത്രീക്ക് പ്രതിദിനം ശരാശരി 1600 മുതൽ 2000 കലോറി വരെ ഊർജം വേണം. ഒരു മുതിർന്ന കുട്ടിക്ക് പ്രതിദിനം ശരാശരി 1200 മുതൽ 1400 കലോറി വരെ ഊർജം ആവശ്യമാണ്. അപ്പോൾ എന്താണ് കലോറി എന്ന് പറഞ്ഞാൽ? ഭക്ഷണത്തിലെ ഊർജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റാണ് കലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. സ്കൂൾ ഉച്ചഭക്ഷണത്തിലൂടെ ഏകദേശം 750 കലോറി ഊർജം ലഭിക്കുന്നു. മറ്റു നേരങ്ങളിൽ കഴിക്കുന്ന ആഹാരത്തിലൂടെ ആവശ്യമായ ബാക്കി കലോറി ലഭ്യമാക്കാൻ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും ഉച്ചഭക്ഷണം കഴിക്കുന്നതിലൂടെ എത്ര കലോറിയാണ് കിട്ടുന്നത്? ഏകദേശം 750 കലോറി ഊർജ്ജമാണ് ലഭിക്കുന്നത്. ഓക്കെ, ബാക്കി കലോറി എന്ത് ചെയ്യണം? നിങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. ഉച്ചഭക്ഷണം മെച്ചപ്പെടുത്തുന്നതിനായി ചെലവ് കുറഞ്ഞതും പോഷക സമൃദ്ധമായ വിഭവങ്ങൾ നിർദ്ദേശിക്കാമോ? ഏതൊക്കെ ഉൾപ്പെടുത്താം? വെജിറ്റബിൾ പുലാവിലെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സീസണൽ വെജിറ്റബിളും ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് നമുക്ക് വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കാം. അതുപോലെ നമുക്ക് നമ്മുടെ തൊട്ടടുത്ത് കിട്ടാവുന്ന ഇലക്കറികളിലെ മുരിങ്ങയിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കറികളൊക്കെ നമുക്ക് ഇലക്കറികളൊക്കെ ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇത്തരം വിഭവങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കാൻ എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് നിങ്ങൾക്കുള്ളത്? ചർച്ച ചെയ്യൂ. നമ്മുടെ വീട്ടിലും പറമ്പിലൊക്കെ ഉള്ള പച്ചക്കറികളൊക്കെ എല്ലാവരും സ്കൂളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെയൊക്കെ നമുക്ക് പൈസ ഇല്ലാതെ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കാൻ പറ്റൂല്ലേ? ഇനി പോഷക മൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ ആഹാരം പാകം ചെയ്യുമ്പോൾ എങ്ങനെയെല്ലാമാണ് പോഷക മൂല്യങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത്? ചർച്ച ചെയ്ത് ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ. എങ്ങനെയാണ്? പച്ചക്കറി മുറിച്ചതിന് ശേഷം കഴുകുമ്പോൾ. ഇനി നമുക്ക് എന്തൊക്കെ എഴുതാം? പഴക്കം ചെന്ന ഭക്ഷ്യവസ്തുക്കളിലെ പഴക്കം ചെന്ന ഭക്ഷ്യവസ്തുക്കളിൽ പോഷക മൂല്യങ്ങൾ കുറവായിരിക്കും. പിന്നെയോ പാകം ചെയ്ത ഭക്ഷണങ്ങൾ വീണ്ടും വീണ്ടും പാകം ചെയ്ത് കഴിക്കുമല്ലേ? നമ്മൾ ചൂടാക്കി കഴിക്കല്ലേ തലേന്നത്തെ ഭക്ഷണങ്ങളൊക്കെ റെഫ്രിജറേറ്ററിലൊക്കെ വെച്ചിട്ട് അത് ചൂടാക്കി കഴിക്കുമ്പോൾ അതിൻ്റെ പോഷക മൂല്യങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഉയർന്ന തോതിൽ ചൂടാക്കിയിട്ട് കരിക്കുകയും എണ്ണയിൽ വറുത്ത് കോരുകയും ഒക്കെ ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങളില്ലേ, നമ്മുടെ അൽഫഹം അതുപോലെയുള്ള ഒരുപാട് ചൂട് ചെന്നിട്ട് കരിഞ്ഞ് അതൊക്കെ കഴിക്കുന്നത് ആ ഒരു മാംസത്തിൻ്റെ പോഷകമൂല്യം കുറയ്ക്കുന്നതിന് കാരണമാവുന്നുണ്ട്. ഇനി പഴങ്ങളും പച്ചക്കറികളും മുറിച്ചതിന് ശേഷം കഴുകാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? മനസ്സിലായില്ലേ? എങ്ങനെയാണ്? നമ്മൾ ഈ പച്ചക്കറികളും പഴങ്ങളൊക്കെ ഒരുപാട് രാസവളങ്ങളും കീടനാശിനികളൊക്കെ തളിച്ചും ഒക്കെ ഉണ്ടാക്കുന്നവയാണ്. അപ്പോൾ നമ്മളത് കഴുകാതെ മുറിച്ച് കളയുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കഴിക്കാനെടുക്കുന്ന ഭാഗത്തേക്ക് കീടനാശിനികളൊക്കെ പടർന്നിട്ട് അത് നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങളും വരുത്തി വയ്ക്കും. അതുകൊണ്ടാണ് നമ്മൾ പഴങ്ങളും പച്ചക്കറികളും മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉപ്പ് വെള്ളത്തിൽ അതുപോലെ മഞ്ഞൾപ്പൊടി വിനാഗിരിയൊക്കെ ചേർത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നന്നായി കഴുകിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. ഓക്കെ. ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ വീട്ടിലെ മുതിർന്നവരുമായി ചർച്ച ചെയ്ത് ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ. ഓക്കെ, നമ്മൾ മുകളിൽ കുറച്ച് പോഷക ഘടകങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞു അല്ലേ? ഇനി കൂടുതൽ നിങ്ങളുടെ വീട്ടിലുള്ളവരുമായി ചർച്ച ചെയ്ത് എഴുതണം. ഓക്കെ. ആരോഗ്യത്തോടെ വളരാൻ പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കേണ്ടതിൻ്റെ ആവശ്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പോഷക സമൃദ്ധമായ ആഹാരം ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് മാത്രമല്ല അത് നമ്മുടെ അവകാശവുമാണ്. ഓക്കെ,
അപ്പോൾ നിങ്ങളൊക്കെ കഴിക്കുന്ന ഫുഡ് എന്താണ്, പോഷക സമൃദ്ധമായ ആഹാരമാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് എന്താണ്, വിലയിരുത്താം. അതിൽ ആദ്യത്തെ ചോദ്യം എന്താണ്, പോഷക ഘടകങ്ങളും അവ കൂടുതലായി അടങ്ങിയിരിക്കുന്ന ആഹാര വസ്തുക്കളും തന്നിരിക്കുന്നു. അവ ശരിയായ രീതിയിൽ വരച്ച് യോജിപ്പിക്കൂ. കാർബോഹൈഡ്രേറ്റ്, ധാതുക്കൾ, കൊഴുപ്പ്, പ്രോട്ടീൻ അല്ലേ. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഏതിലാണ്, ധാന്യങ്ങളിലാണ് അല്ലേ. ഇനി ധാതുക്കൾ ഏതിലാണ്, ഇലക്കറികളിൽ. കൊഴുപ്പ് ഏതാണ്, എണ്ണകൾ. പ്രോട്ടീൻ, പയറുവർഗ്ഗങ്ങൾ, മുട്ട. ഓക്കെ, ഇനി സെക്കൻഡ് വർക്ക് എന്താണ്, അയഡിൻ അടങ്ങിയ ആഹാരം കഴിക്കാത്ത ഒരു വ്യക്തിക്ക് വരാവുന്ന ആരോഗ്യ പ്രശ്നം എന്താണ്? ഗോയിറ്റർ ആണല്ലേ. 3, നാരുകളെ ദഹിപ്പിക്കാൻ നമ്മുടെ ശരീരത്തിന് കഴിയില്ല. പിന്നെ എന്തിനാണ് നാരുകളുള്ള ആഹാരം കഴിക്കണമെന്ന് പറയുന്നത്? നമ്മുടെ നാരുകൾ എന്താണ്, നമ്മുടെ ദഹനത്തെ സുഗമമാക്കാനും വൻകുടലിലെ മലം പുറന്തള്ളുന്നതിനാണ് സഹായിക്കുന്നത് അല്ലേ. ഓക്കെ, ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ, പല്ലിന്റെ ആരോഗ്യത്തിന് ഏത് പോഷക ഘടകമാണ് വേണ്ടത്? വിറ്റാമിൻ സി അല്ലേ. ഈ പോഷക ഘടകം നമുക്ക് ഏതൊക്കെ ആഹാര വസ്തുക്കളിൽ നിന്ന് ലഭിക്കും? ഏതൊക്കെയാണ്? നാരങ്ങ, നെല്ലിക്ക, പേരയ്ക്ക, പപ്പായ, മുന്തിരി തുടങ്ങിയവയിൽ നിന്നാണ് നമുക്ക് വിറ്റാമിൻ സി ലഭിക്കുന്നത് അല്ലേ. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ, ടീച്ചർ ഇന്ന് അയൺ ഗുളിക തന്നു, പക്ഷെ ഞാനത് കഴിച്ചില്ല. അരുണ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് യോജിക്കുന്നില്ല? രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ ഉൽപാദനത്തിന് അയൺ ഗുളിക ആവശ്യമാണ്. അയണിന്റെ കുറവ് മൂലം വിളർച്ച അനുഭവപ്പെടാം. ഇത് തടയുന്നതിനാണ് സ്കൂളിൽ അയൺ ഗുളികകൾ നൽകുന്നത്. ഇനി 6ാമത്തെ ചോദ്യം, വിറ്റാമിനുകളും ധാതുക്കളും നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ അളവിലല്ലേ ആവശ്യമുള്ളൂ. അതിനാൽ അവ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ആഹാരത്തിൽ കുറച്ചു മാത്രം ഉൾപ്പെടുത്തിയാൽ മതി. ഒരു കുട്ടിയുടെ അഭിപ്രായമാണിത്. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് യോജിക്കുന്നില്ല? കാരണം വിറ്റാമിനുകളും ധാതുക്കളും നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ അളവിൽ മതിയെങ്കിലും അവ ശരീരത്തിന് ആവശ്യമായ അളവിൽ ലഭിച്ചിട്ടില്ലെങ്കിൽ അതുമൂലമുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇനി തുടർ പ്രവർത്തനമാണ്. നോക്കൂ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്, വീട്ടിൽ ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു ഭക്ഷ്യവിഭവത്തിന്റെ പാചകക്കുറിപ്പ് തയ്യാറാക്കൂ. ഓരോരുത്തരും തയ്യാറാക്കിയ പാചകക്കുറിപ്പ് പരസ്പരം കൈമാറി വായിക്കൂ. ഓക്കെ, ഇനി 2ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വീട്ടുപരിസരത്ത് നിന്ന് ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് ഒരു സമീകൃത ആഹാര ചാർട്ട് തയ്യാറാക്കൂ. ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ. ഓക്കെ, നിങ്ങളുടെ വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യുന്നുണ്ടാവുമല്ലോ, ആ ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ഒരു സമീകൃത ആഹാര ചാർട്ട് തയ്യാറാക്കാനാണ് പറയുന്നത്. ഓക്കെ, ഇനി 3ാമത്തെ ക്വസ്റ്റ്യൻ, കടകളിൽ നിന്നും വാങ്ങുന്ന പാക്കറ്റ് ഭക്ഷണം നിരീക്ഷിച്ച് പോഷക ഘടകങ്ങൾ കണ്ടെത്തൂ. കുറിപ്പ് തയ്യാറാക്കി അവതരിപ്പിക്കൂ. ഓക്കെ, ഇനി അത് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ഒരു കടയിൽ പോയിട്ട് പാക്കറ്റ് ഭക്ഷണം വാങ്ങിയിട്ട് അതിലുള്ള പോഷക ഘടകങ്ങളുടെ വിവരണങ്ങൾ നോക്കിയിട്ട് ഒരു കുറിപ്പ് അവതരിപ്പിക്കാനാണ് പറയുന്നത്. ഓക്കെ, ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ, ആഹാരവും ആരോഗ്യവും എന്ന വിഷയത്തിൽ ക്ലാസ്സിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കൂ. വിഷയവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത മേഖലകളെ സ്പർശിക്കുന്ന വിവരങ്ങൾ ശേഖരിച്ച് പ്രബന്ധങ്ങൾ തയ്യാറാക്കിയാണ് സെമിനാറിൽ അവതരിപ്പിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അല്ലേ ആഹാരവും ആരോഗ്യം എന്ന വിഷയത്തിൽ ഒരു സെമിനാർ അവതരിപ്പിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ആഹാരത്തിലൂടെ ആരോഗ്യം എന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അല്ലേ, നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതുമായ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ഫോളോ ചെയ്യുക. അപ്പോൾ ക്ലാസ് ഇഷ്ടമായി ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഇനിയുള്ള ക്ലാസ്സുകൾ മുടങ്ങാതെ കാണുന്നതിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഓക്കെ.